അല്ലല്ലോ അല്ലേ അല്ലേ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ അല്ലേ അല്ലേ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങൾ എല്ലാവരും അഭിപ്രായക്കാരാണ്. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ സുന്നിയായത്. സഹോദരന്മാരെ, ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്ത്. ഇവരെ കൊണ്ട് തന്നെ അള്ളാഹു അത് പറയിപ്പിക്കും. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന പരിപാടി. നിങ്ങൾക്കറിയോ മുജാഹിദി എത്രത്തോളം സുന്നി ആശയത്തെ പരിഹസിക്കുന്നു? നിങ്ങൾക്കറിയോ നമ്മൾ സുന്നി ആവരുത് എന്ന് പറഞ്ഞ ഈ മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്ന് അറിയോ? അയാൾ പറയുകയാണ്, ഒരു സ്ഥലത്ത് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുനൂത്ത് സുബ്ഹിക്ക് നിർവഹിക്കുകയാണെങ്കിൽ, ആ ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും നടത്തുന്നതിലേറെ പിശാചിന് ഇഷ്ടപ്പെട്ടത്, വ്യഭിചാരം നടത്തുന്നതിലേറെ പിശാചിന് ഇഷ്ടപ്പെട്ടത് ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഒക്കെ നടത്തലാകുന്നു. അതായത് നിങ്ങൾ ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതേറെ നല്ലതേതാ? വ്യഭിചരിക്കലാണ്. എന്നാലും വേണ്ടില്ല, കൂട്ടുപ്രാർത്ഥന നടത്തരുതേ. മുജാഹിദ് മതാണിത്. കേട്ടോളൂ, അയാൾ തന്നെ പറയുന്നത് എന്റെ വകയല്ല, അയാൾ പറയട്ടെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് നോക്കിങ്ങള്, ഈ മൊയന്തിന് അറിയോ ഇത് എപ്പോഴാ ഓതലെന്ന്? അതുവരെ അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അറിഞ്ഞൂടി വെച്ചു കൊടുത്താ സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്ര എന്താ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ട്. കണ്ടോ 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 എന്താ പറഞ്ഞത്? ഒരാൾ ഒരു പള്ളിയിൽ വെച്ച് കൂട്ടമായി പ്രാർത്ഥിക്കുകയാണ്. ഉദാഹരണം പറയാം, ഒരു മുജാഹിദ് പള്ളിയാണ്. നമ്മുടെ ഒരു പഴയ ഒരു മുസ്ലിയാർ, അയാൾ യാത്ര പോവുകയാണ്. വഴിക്ക് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറിയപ്പോൾ അദ്ദേഹം കൂടെയുള്ള ആളും, അയാൾക്ക് മുജാഹിദ് പള്ളി ഏതാ ജമാഅത്ത് പള്ളി ഒന്നും മുമ്പ് ശ്രദ്ധിച്ചില്ല. നിസ്കരിക്കാൻ സമയപ്പോൾ ഒന്ന് കയറി അവിടെ നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച് അയാൾ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഒപ്പമുള്ള ആളുകൾ ആമീൻ എന്ന് പറയുന്നു. എന്താ ദ്വാരക്കണത്? അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ നന്നാക്കണേ റബ്ബേ എന്നാ ദ്വാരക്കണത്. അപ്പൊ മറ്റുള്ളവർ ആമീൻ, ഈ ദ്വാരക്ക് നീ ഇജാബത്ത് നൽകണേ റബ്ബേ എന്നാ മറ്റുള്ളവർ പറയുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മുജാഹിദ് പള്ളിയാണല്ലോ, അപ്പൊ അപ്പുറത്ത് സ്ത്രീകളുണ്ട്, സ്വാഭാവികമാണ്. സ്ത്രീകളുണ്ട്, അപ്പുറത്തൊരു സ്ത്രീയും ഒരു പുരുഷനും കൂടി അപ്പുറത്ത് ഇങ്ങനെ വ്യഭിചരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഒരു ISM-കാരൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വന്നു നോക്കുമ്പോൾ കാണുന്ന രംഗം, പടച്ചോനെ എന്തപ്പോ ഞാൻ ഈ കാണുന്നത്? അപ്പുറത്ത് ഒരു സ്ത്രീയും, മുജാഹിദ് പള്ളിയാകുമ്പോൾ സംശയം വേണ്ട, ആ സ്ത്രീകളൊക്കെ വരുമല്ലോ. അപ്പോ അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി, ചെറുപ്പക്കാരനും കൂടി വ്യഭിചരിക്കുന്നു. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു മുസ്ലിയാര് കൂട്ടപ്രാർത്ഥന നടത്തുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. ഞാനിപ്പോ ഇതിൽ ഏതാ എതിർക്കേണ്ടത്? അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ മൗലവിയുടെ പ്രസംഗം അയാൾക്ക് കേട്ടത്. അപ്പൊ അയാൾ ചിന്തിച്ചു, ഇതിൽ ഏറ്റവും ഗൗരവമുള്ളത് ഈ വ്യഭിചാരല്ല, ഓലവിടെ നടത്തിക്കോട്ടെ, അത് കൃത്യമായിട്ട് അവിടെ നടക്കാം, അത് മുടക്കണ്ട, അത് അവിടെ നടക്കട്ടെ. അതേ അവസരത്തിൽ ഈ മുസ്ലിയാർ ചെയ്യണ ഈ കൂട്ടപ്രാർത്ഥന ഉണ്ടല്ലോ, ഇതാണ് ഇപ്പൊ തടയേണ്ടത് എന്ന് ഒരു ISM-കാരൻ, ഒരു മുജാഹിദ് ചെറുപ്പക്കാരൻ ചിന്തിച്ചെങ്കിൽ ഓനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സഹോദരന്മാരെ, നാം ചിന്തിക്കണം. ഈ ജാഹിലുകളായ മൗലവിമാരല്ലേ അതിന് ഉത്തരവാദികൾ? നിങ്ങൾ ചിന്തിക്കണം, ഇവർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിമീങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കി മുദ്ര കുത്തുക. പഴയ കാലത്തൊക്കെ മൗലിദ് ഓതുക, അതുപോലെ റസൂലുള്ളാഹിനെ വിളിക്കുക, അങ്ങനൊക്കെ ചെയ്താലാ കാഫിറായിരുന്നു. ഇപ്പൊ മുജാഹിദ് കുറച്ചുകൂടി ഉയർന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാഫിറാവാൻ അങ്ങനൊന്നും വേണ്ട. എന്താണെന്നറിയും? ഒരു മൗലവി ഞാൻ പറഞ്ഞത് കേൾക്കുക. എന്താ? ഇസ്ലാമെന്ന് പുറത്തു പോകാനുള്ള ഒരു കുറുക്കു വഴി മൂപ്പര് പറയാണ് കാഫിറാക്കാൻ. നിസ്കാര ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് എത്ര തവണ? 33 തവണയാണ്, അല്ലേ? അത് ഒരാൾ 99 തവണ ചൊല്ലിയാൽ എന്താ ഉണ്ടാകുക? ഒന്നുമില്ല, ഓന്റെ കഥ കഴിഞ്ഞു. അതായത് ഇസ്ലാമെന്ന് പുറത്തുപോയി. നിസ്കാര ശേഷം ഒരാൾ 33 തവണ ദിക്ർ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അതാണ് അഫ്ളൽ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരാൾ എന്ത് ചെയ്തു? 99 തവണ അങ്ങോട്ട് ചൊല്ലിയാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു.
ഞാൻ പറയല്ല, മൗലവി പറയുന്നത് കേട്ടോളൂ, വെച്ചു കൊടുക്ക്. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. 99 തവണ ചെല്ലിയാൽ ആള് കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇതേതാ മതം നമുക്കറിയണില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്. കാഫിറാകാൻ ആകപ്പോ അത്രേ പണിയുള്ളൂ. ഏത് ഖുർആനിലാണ് ഇതുള്ളത് നമുക്കറിയില്ല, ഏത് ഹദീസിലുള്ളത്. നമ്മളെ ഇമാമുകളെ കിതാബൊക്കെ പാള കിതാബാണ്, തോട്ടിക്കെറിയണമെന്ന് പറഞ്ഞ മൗലവിമാര് ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഏതായത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്തൊരു കഷ്ടാണ്. വേറൊരു മൗലവി പറയുന്നത് ഞാൻ കേൾവിച്ച മൂപ്പര് പറഞ്ഞ ഇസ്ലാമെന്ന് പുറത്തു പോകും. അതിനെന്താ പരിപാടി അറിയോ? ഇതൊന്നുമല്ല. പിന്നെ ആള് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന മൂപ്പര് പറഞ്ഞത്. മൊട്ടയടിച്ചാൽ ആള് കാഫിറാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകും. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇസ്ലാം പറയുന്നത് എന്താ നമുക്കറിയാലോ. നമുക്കൊരു കുഞ്ഞ് ജനിച്ച് 7 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തല മൊട്ടയടിക്കണം. അത് സുന്നത്താണ് എന്നാ ഇസ്ലാം പറയുന്നത്. ഇവര് പറയാ തല മുണ്ടനം ചെയ്ത ആള് കാഫിറാകുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ബാർബർ തൊഴിലാളികൾ എത്രയുണ്ട്? അവരൊക്കെ ഇസ്ലാമെന്ന് കാഫിറാകണ ഈ കുഫ്രിയത്ത് ചെയ്യുന്നവരാണോ? എന്താണ് ഇവർ ഈ പറയുന്നത്? അത് അഹ്ലി കിതാബികളെ ജൂതന്മാരെ നസാറാക്കളെ പരിപാടിയാകുന്നു. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. അല്ല, പ്രസംഗം ഞാൻ കേൾപ്പിക്കും. മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മൗലവിയാണ് പ്രസംഗിക്കുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ പറയുന്നത് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന. അപ്പൊ ഞാൻ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിക്കണം. ചില മൗലവിമാരെ ഞാൻ കാണിക്കും. ഈ പറഞ്ഞ മൗലവിമാർ തെളിഞ്ഞ അവിടെ വരുന്നുണ്ടാവും. അതും നിങ്ങൾ കണ്ടോളി, വെച്ചുകൊടുക്ക്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. കണ്ടോ? കുഫ്രിയത്താന്ന് പറയാൻ മറ്റേ നമ്മൾ ഇതുവരെയും പറഞ്ഞ ബാലുശ്ശേരി മൗലവി ഉണ്ടല്ലോ, മൂപ്പരാണ്. കണ്ടോ നിങ്ങൾ? ഗൾഫ് പോയപ്പോ തല മൊട്ട അടിച്ച് നല്ല സൂപ്പിക്കുട്ടിയായി തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ താടി ഇങ്ങനെ തെറിച്ച് വീഴാതിരിക്കുമാറാവട്ടെ. കണ്ടോ? വേറെ 2 മുട്ടകൾ കണ്ടോ? അതാരാ? അത് മുജാഹിദിന്റെ വലിയ നേതാവ് ഖുർആൻ പരിഭാഷകൻ മുഹമ്മദ് അമാനി മൗലവി, അതുപോലെ PK മൂസ മൗലവി പുളിക്കൽ. 2 മുട്ടകളാണ് ആ കാണുന്നത്. സയാമീസ് ഇരട്ടകളെ പോലെ 2 മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയ രംഗമാണ് നമ്മൾ കാണുന്നത്. സംഗതി എന്താ? ഇയാള് പറയുന്നു നമ്മളെ നേതാക്കളൊക്കെ നേതാക്കൾ തന്നെ, പക്ഷെ ആള് കാഫിറാണ്, കുഫ്രിയത്താണ്. കാരണം മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. ഞാൻ പറയണ്ട, മൂപ്പര് പറയട്ടെ. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. കണ്ടോ? അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക്. കാഫിറാണ് എന്നാ പറഞ്ഞത്. നോക്കിക്കൾ, ഇതാ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ അങ്ങനെ നേരം വെളുക്കോളം പറയാനും പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് അധികം അനുമതി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്ന പരിപാടി നാം ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ മുശ്രിക്കും കാഫിറുമാകുന്നത് എന്നറിയോ? മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത് നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ നോമ്പനുഷ്ഠിക്കാത്തത് കൊണ്ടല്ല, സകാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല. പിന്നെന്താ? നമ്മള് അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നമുക്കറിയാം, ഗൗസുൽ ആദം ശൈഖ് ജീലാനിയെ വിളിക്കുന്നു. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഇങ്ങനെ വിളിച്ചാൽ മുജാഹിദിന്റെ ഭാഷയിൽ എന്താണെന്ന് അറിയോ നിങ്ങൾ? ഇങ്ങനെ ഒരു തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകും എന്നാ. അപ്പൊ ഒരു ഖുത്ബിയത്തിന് വിളിക്കൽ എത്ര? 1000 തവണയാണ്. അപ്പൊ 1000 × 4 = 4000 തവണ കാഫിറാകും ഒരു ഖുത്ബിയത്ത് ചൊല്ലുമ്പോഴേക്ക് തന്നെ. ഒരു ഖുത്ബിയത്ത് ചൊല്ലിയോ മാത്രമല്ല, അതിൽ പങ്കെടുത്തോം കാഫിർ 4000 വട്ടായി. പിന്നെ അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോനും കാഫിർ, അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തോനും കാഫിർ.